ഗുരുപൂജ നടത്തിയെന്നാരോപിച്ച് പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിലേക്ക് SFIയുടെ പ്രതിഷേധം. പ്രതിരോധമൊരുക്കി ഗേറ്റിനുള്ളിൽ RSS BJP പ്രവർത്തകരും അണിനിരന്നിരിക്കുകയാണ്. SFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. ഇപ്പോൾ BJP പ്രവർത്തകർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്കൂളാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെയും മക്കൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമല്ല, ഇവിടെ കൊച്ചുമക്കളുടെ മനസ്സാണ്. ഇതിൽ നിന്നും പുറത്തു വരുന്ന ഓരോ കുട്ടികളാണ് നാളെ ഭാവിയുടെ പൗരന്മാരായിട്ട് മാറുന്നത്. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അവരെ വളർത്തിയെടുക്കുന്ന ഒരു സമയമാണിത്. ഞാനിവിടെ വന്നതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരാണെന്നുള്ളത്. പക്ഷെ എൻ്റെ വാർഡാണിത്, ഞാൻ താമസിക്കുന്ന പ്രദേശമാണ്. എൻ്റെ വീട് ഈ സ്കൂളിനോട് തൊട്ടടുത്താണ്. അതുകൊണ്ട് ഞാനിവിടെ വന്നത് ഈ അമ്മമാരുടെയും ഈ രക്ഷകർത്താക്കളുടെയും ഒപ്പം നിന്നുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇവിടെ നടന്ന ഈ സമരം ഉദ്ഘാടനം ചെയ്യുകയോ ഇവിടെ സംസാരിക്കുകയും ചെയ്ത് ഈ വാർഡിൻ്റെ കൗൺസിലറാണ്. ഈ വാർഡിലെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി. ഇവിടെ എല്ലാ വീടുകളുടെയും ഈ സ്കൂളിൻ്റെയും ഉത്തരവാദിത്വത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളാണ്. ആ ആള് മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഈ പരിപാടിക്ക് പോലീസ് നടപടിയെടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. ഈ സ്കൂളിന് പുറത്തു വന്നതിന് ശേഷം ഇതിന് നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തർക്കും ഈ നിൽക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും നിങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇവർ പറയുന്ന ഈ കാര്യത്തിൽ ഇവിടെ യാതൊരു പരാതിയും കിട്ടിയിട്ടില്ല. ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇത് ശരിയാണോ? നിങ്ങൾ തന്നെ പറയണം. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ കുഞ്ഞു മക്കളെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുഞ്ഞു മക്കളുണ്ട്. നിങ്ങൾ സ്കൂളിലേക്ക് അവരെ പറഞ്ഞു വിടുന്നത് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിനാണ്. ആ വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട കടമ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ളതാണ്. അതിനു പകരം ഇവിടെ ഭരിക്കുന്ന സർക്കാർ അവരുടെ ആളുകളെ വിട്ടുകൊണ്ട് ഈ വിദ്യാലയത്തിന് മുന്നിൽ ഇന്ന് കൂട്ടിയ സംഘർഷത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെതിരെ പുറത്തു കടന്നതിന് ശേഷം നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾ ഈ വിഷയം പിടിക്കുമ്പോൾ ഇത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭാരതം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും അവരുടെ സംസ്കാരം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതനുസരിച്ച് സ്കൂളിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്കൂളിലെ ഇതിനൊരു PTA ഉണ്ട്. ഇവിടുത്തെ രക്ഷകർത്താക്കൾ പരാതിപ്പെടണം. ഇവിടെ രക്ഷകർത്താക്കളുടെ പരാതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് രാഷ്ട്രീയം കുത്തിവെച്ച് അവരുടെ ശരിയായ ബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ പോക്കിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. 36 വർഷമായിട്ട് ഈ സ്കൂൾ തുടങ്ങിയ കാലം മുതൽ ഇവിടെ ഉള്ളതാണത്. അല്ല, വേറെ ഒന്നും പറയാനില്ല, അതാണ് പറയാനുള്ളത്. നമ്മുടെ കുട്ടികൾ, എൻ്റെ 2 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നത് 2019 മുതൽ എൻ്റെ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഈ സ്കൂളിൽ ഇന്നൊക്കെ സംസ്കാരമാണെന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ 2 കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കുട്ടികൾക്കും ഇവിടുത്തെ ഈ സംസ്കാരം ഇഷ്ടമാണ്. ഞങ്ങൾ പാദപൂജ ചെയ്യും, സരസ്വതി പൂജ ചെയ്യും, ഗണപതി ഹോമം നടത്തും. ഇതൊക്കെ ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഞങ്ങളെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് നിർബന്ധിച്ചെന്നല്ല ഒരു കാര്യം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നേരത്തെ മുൻകൂട്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റ് എല്ലാ സ്കൂൾ ഗ്രൂപ്പിലേക്ക്, എല്ലാ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. താല്പര്യമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ താല്പര്യമുള്ള രക്ഷകർത്താക്കൾ രജിസ്ട്രേഷൻ ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടെ പൂജ നടന്നിട്ടുള്ളൂ. അല്ലാതെ ആരെയും നിർബന്ധിച്ച് സ്കൂളിൽ ഒരു 1000 കുട്ടികളുണ്ടെങ്കിൽ 1000 പിള്ളേരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. താല്പര്യമുള്ളവർ മാത്രം. അതും ഒരാഴ്ച മുമ്പേ നോട്ടീസ് കൊടുത്തിരുന്നു. താല്പര്യമുള്ളവർ, അങ്ങനെയുള്ളവർ വന്ന് പേരൻസ് വന്ന് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൂജ നടന്നിട്ടുള്ളത്. ഇത് സ്കൂൾ തുടങ്ങിയ കാലം മുതൽ ഉള്ള കാര്യമാണ് ഇവിടെ. അല്ലാതെ ആദ്യമായിട്ട് ഉണ്ടായ സംഭവമൊന്നുമല്ല. ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ സ്കൂൾ തുടങ്ങിയ കാലം മുതൽ ഇവിടെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നടക്കുന്നുണ്ട്. അതിന് താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് പഠിക്കുന്നുള്ളൂ. അല്ലാതെ അവിടെ ആരെയും നിർബന്ധിച്ച് ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. ഇതിനോടൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചർ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ ആരെയും നിർബന്ധിച്ച് ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം. ഇവിടെ ഞങ്ങൾ ഓം നമഃ ശിവായ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ മുസ്ലിം കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പഠിക്കുന്ന സ്ഥലം. ഇവർക്ക് ആർക്കും ഒരു പരാതിയില്ലല്ലോ. ഇവിടെ ഹിന്ദു കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്. ഇവിടെയുള്ള അവരുടെ സഹോദരന്മാർക്ക് ആർക്കും ഒരു പരാതിയും പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? ഇവിടെ ഏതെങ്കിലും പേരൻസിന് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ അച്ഛമ്മ. അത് അവരോട് സംസാരിക്കാമല്ലോ. ഞങ്ങൾക്കൊരു പരാതി ഉണ്ടെന്ന് പറയാം. അല്ലാതെ ഇങ്ങനെ ആളെ കൂട്ടി പ്രതിഷേധിക്കുകയാണോ ചെയ്യേണ്ടത്? ആ മാമിനെ കണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് മാം പറയും. അല്ലാതെ ഇവിടെ ആരെയും നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നില്ല. ഇത് രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇവിടെ മുതലെടുക്കാനുള്ള ശ്രമമാണ്. ഈ KG മുതലുണ്ട് ഇവിടെ 2.5-3 വയസ്സ് മുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതൊരു കോളേജൊന്നുമല്ല. ഇവർ ഇൻ്റർവ്യൂറിൻ്റെ സമയം കഴിഞ്ഞു അറിയോ? പേടിച്ചിട്ട് അത് ഇവിടെയാണ് കിഡ്സിൻ്റെ കിടക്കുന്ന സ്ഥലം ഇവിടെയാണ്. അവരെ വിടാത്ത പേടിച്ചിട്ടാണ്. കാരണം ഈ ഒച്ചപ്പാടും ബഹളം നിങ്ങൾ കണ്ടതല്ലേ. ഇവിടെ എന്നെ തെറി അവർ വിളിക്കുന്നത്. അവർ പ്രതിഷേധിച്ചോട്ടെ. പക്ഷേ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്ത് തെറിയാണ് സംസാരിക്കുന്നത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ? ഞങ്ങൾ ഇവിടുന്ന് മോശം രീതിയിൽ ഒരു വാക്കുകളും പറയും. ഞങ്ങളെല്ലാം രക്ഷകർത്താക്കളാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളുള്ളവരുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഒരു രാഷ്ട്രീയമില്ല ഈ കാര്യത്തിൽ.
കാര്യത്തിൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണമാണ് വലുത്. ഞങ്ങൾക്ക് ഈ കൾച്ചർ ഇഷ്ടമാണ്. ഞങ്ങൾ ഇനിയും പഠിപ്പിക്കും. അടുത്ത കൊല്ലം ഞങ്ങൾ ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതിശക്തമായ വാക്കുകളാണ് കേട്ടത്. ഗുരുപൂജയിൽ രക്ഷകർത്താക്കൾക്ക് ബുദ്ധിമുട്ടില്ല, വിദ്യാർത്ഥികൾക്ക് പ്രശ്നമില്ല, അധ്യാപകർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്.